ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫൗണ്ടേഷനൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ലുക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നൊക്കെ വേഗം തന്നെ നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം എടുത്ത ആ ഒരു ലൈറ്റിനേക്കാൾ ഇത് ഡിമ്മായി നിൽക്കുന്നത്. ഞാൻ എടുത്ത് തുടങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെട്ടം ഉണ്ടായിരുന്നു. നാച്ചുറൽ ലൈറ്റിൽ തന്നെയാണ് ഞാൻ വീഡിയോസ് എടുക്കാറുള്ളത്. അപ്പോൾ തന്നെ അതാ കണ്ടില്ലേ, ഈ ഒരു ലൈറ്റിൽ വീഡിയോ എടുത്താണ്. പക്ഷേ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് നന്നായിട്ട് ഇരുണ്ട് മൂടി മഴ പെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകും, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ നമ്മളൊരു ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഒരു ഫേസ് വാഷ് വെച്ച്. എന്നിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു ടോണറാണ് ഓയിലി സ്കിന്നിന്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഫേസിലേക്ക് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഇതൊന്ന് ഫേസിലേക്ക് അബ്സോർബ് ആയതിന് ശേഷമാണ് നമ്മളിനി ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും ഒരു പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗ്രീൻ ടീ മാറ്റിഫൈയിങ് മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ അതൊരു അടിപൊളി ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഓയിലി സ്കിന്നിന്. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അടുത്തായിട്ട് ഞാനൊരു സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ലോട്ടസ് ഓർഗാനിക്സിൻ്റെ ഹൈഡ്രേറ്റിംഗ് ജെൽ മിനറൽ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും അപ്ലൈ ചെയ്ത് 1 മിനിറ്റിന് ശേഷമാണ് നമ്മളിനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കൺസീലറാണ്. അപ്പോൾ എൻ്റെ ഫേസിൽ അത്യാവശ്യം പാടുകളൊക്കെ ഉണ്ട്. മൂക്കിൻ്റെ സൈഡിലൊക്കെ ഒരു ഷെയ്ഡിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ സൈഡിലും പിന്നെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാനൊരു കോമ്പാക്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് ലാക്മേ അബ്സല്യൂട്ട് പെർഫെക്റ്റ് റേഡിയൻസ് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഇത് SPF 23 ഉണ്ട്, UV പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നെക്കിലും കൂടി ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നെക്കും ഫേസും രണ്ടും 2 കളറായിട്ടിരിക്കും. അടുത്തായിട്ട് ഞാനിവിടെ സിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റാണ് എടുക്കുന്നത്. ഇത് നല്ലൊരു അടിപൊളി ഐബ്രോ പാലറ്റാണ് കേട്ടോ. അതിനകത്തൊരു ബ്രൗൺ ഷെയ്ഡാണ് ഞാനിവിടെ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും, പിറകെ നന്നായിട്ട് കട്ടുകളായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ നമുക്കിത് വെച്ചൊന്ന് ഫില്ല് ചെയ്യാം. അടുത്തായിട്ട് എടുക്കുന്നത് ഒരു ഐഷാഡോ പാലറ്റാണ്. ഇത് ഹിത ബ്യൂട്ടിയുടെ ടെസ്റ്റഡ് ഷാഡോസ് പാലറ്റാണ്, റോസ് ഗോൾഡ് എഡീഷനാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ഒരു പാലറ്റാണ്. അത്യാവശ്യം നല്ല കളറും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നല്ലൊരു ബ്രൗൺ കളറാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചത്, പക്ഷേ സൈറ്റ് അടിച്ച പോലെയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് ഇനി ഐലൈനർ എടുത്തിരിക്കുന്നത് മെബിലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ ബോൾഡ് ഐലൈനറാണ് കേട്ടോ. ഇതൊരു അടിപൊളി ഒരു ഐലൈനറാണ്, നല്ല ഡാർക്ക് കളറാണ് നമുക്ക് കിട്ടുക. കണ്ണെഴുതിയതിന് ശേഷം നമ്മളിത് ഇതുപോലെ കൺപീലിയിൽ ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ആ പീലിയിലുള്ളത് മുകളിലേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് കണ്ണിൻ്റെ താഴെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മെബിലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ കാജലാണ്. ഇതൊരു അടിപൊളി ഒരു കാജലാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് നമുക്ക് കിട്ടുക. പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിലേക്ക് ഇത് സ്പ്രെഡ് ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പ്രെഡ് ആവുക എന്ന് പറഞ്ഞാൽ പരക്കുക എന്നല്ല കേട്ടോ ഉദ്ദേശിച്ച്, ഞാൻ അറിയാണ്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞാണ്. നല്ല എന്താ പറയുക, നമ്മളൊക്കെ എഴുതുമ്പോൾ തന്നെ ഒരുപാടൊന്നും അമർത്തി എഴുതണ്ടാവില്ല, അത് തന്നെ നമുക്ക് കണ്ണിലേക്ക് തന്നെ ആവുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2 കണ്ണും എഴുതി. പിന്നെ ഞാൻ അടുത്ത് എഴുതാന്ന് പറഞ്ഞാൽ ഒരു മസ്കാര അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഫേസസ് കാനഡയുടെ മാഗ്നറ്റിക് ഐസ് ഡ്രമാറ്റിക് വോളിമൈസിങ് മസ്കാരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു മസ്കാരയാണിത്. ഇത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നന്നായിട്ട് മഴ ഇരച്ച് പൊളിച്ച് പെയ്ത് തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ലിപ് ലൈനർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ലിപ്പ് ഒന്ന് വരച്ച് കൊടുക്കുവാണ്. ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാക്മയുടെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്തത്. അത് അത്യാവശ്യം നല്ലൊരു കളർ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഞാനൊരു ലിപ്സ്റ്റിക്കും കൂടി ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ഡാർക്ക് ഷെയ്ഡാണ്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത്തിരി ഇതായിപ്പോയി. ഞാൻ കാര്യം പറഞ്ഞൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒപ്പമൊക്കെ ചെയ്തു, പക്ഷേ എന്നിട്ടും നമ്മുടെ ആ ഒരു ചുണ്ടിൽ നല്ലൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്തു കേട്ടോ. അത്രയും ഇതാണെന്ന് എനിക്ക് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇട്ട് കഴിഞ്ഞ് പിന്നെ മാറ്റാനും പോയില്ല എന്നുള്ളതാണ്.
ഒരല്പം എടുത്തതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാടൊന്നും ഞാൻ അപ്ലൈ ചെയ്തില്ല. പക്ഷേ അതിൻ്റെ ഒരു കളറിൻ്റെ ഒന്നാണ് ഒരു ഇടിവിട്ട് കളറായി പോയത്. അപ്പോൾ അതാ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇനി നമുക്ക് മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചീകി ഇടണം. അപ്പോൾ ഞാൻ ജസ്റ്റ് മഴയൊക്കെ വന്നാൽ നന്നിട്ടൊന്ന് മുടിയുടെ ഒരു ഹെയർ സ്റ്റൈലും കൂടെ ഉദ്ദേശിച്ചായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇരുണ്ട് മൂടി കാരണം ഞാൻ പിന്നെ കൂടുതലൊന്നും മെയിൻറ്റെയിൻസ് ചെയ്യാൻ പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ജിമിക്ക കമ്മൽ എടുത്തിട്ടു. ഇതായി ഒരു ജിമിക്ക കമ്മലാണിത്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിടുമ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മാലയൊന്നും ഇട്ടില്ല. പിന്നെ മുടി ഈ ഒരു സ്റ്റൈലല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നും ഉപയോഗിക്കുന്ന എന്നും സാധാരണ രീതി ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അപ്പുറത്തെ സൈഡിലേക്കൊന്നൊക്കെ മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടാറുണ്ട് ഇതുപോലെ. അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ലൈറ്റൊക്കെ അങ്ങ് പോയി, അപ്പടി പോയി എന്ന് പറഞ്ഞാൽ മതി, ലൈറ്റ് ഓഫായി. അപ്പോൾ അതാ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്